എല്ലാ പേർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച നൈറ്റിയുടെ സ്റ്റിച്ചിങ് പാർട്ടാണ് കേട്ടോ ഇന്ന്. വലിയ ക്യാൻവാസ് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കാണിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഇത് നൈറ്റി പീസ് ഞാൻ ഇതിപ്പം സ്ലീവ് വയ്ക്കാനായിട്ട് കുറച്ച് തുണി ബാക്ക് ഉണ്ടായിരുന്ന കട്ട് ചെയ്ത് വെച്ചിട്ട് അത് തന്നെ എടുത്തു കേട്ടോ. അപ്പോൾ സ്ലീവ് വയ്ക്കാൻ മറ്റേ ചെറിയ കുറച്ച് ഭാഗം ഉണ്ടായിരുന്നു, അതെടുക്കാമെന്ന് വിചാരിച്ചു. തികഞ്ഞില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇത് മാച്ച് ചെയ്യുന്ന കളർ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ എനിക്ക് അതിൽ ഈ പീസ് വെച്ചിട്ട് നമുക്ക് അയൺ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, ചെറിയ പീസായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ലീവിന് വേണ്ടി വെച്ചിരുന്നത്. അതായത് സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിരുന്നില്ല, അതിൻ്റെ സൈഡിൽ ജോയിൻ ചെയ്യാൻ വെച്ചിരുന്നില്ലേ, ആ തുണികൾ തമ്മിൽ കണ്ട് യോജിപ്പിച്ചിട്ട് ജോയിൻ ചെയ്തെടുത്തിട്ട് ഞാൻ ഈ പീസ് ക്യാൻവാസ് ഇതിൻ്റെ പുറത്തേട്ട് വെച്ച് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് ഈ ക്യാൻവാസ് ചീത്ത വശത്ത് വേണം ക്യാൻവാസ് വെച്ച് അയൺ ചെയ്യണം. ഇനി നമുക്ക് അരിക് ചേർത്ത് ഇതൊന്ന് കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ വേണം കട്ട് ചെയ്യാൻ കേട്ടോ. തയ്യൽ തുമ്പ് വേണ്ട, തയ്യൽ തുമ്പ് ഇല്ലാതെ അരിക് ചേർത്ത് ഇതുപോലെ നമുക്ക് എല്ലാ പീസും ഇതുപോലെ നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത്. ഞാൻ കട്ടി കുറഞ്ഞ ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് അങ്ങ് ഭയങ്കര സ്റ്റിഫായിട്ട് ഇരിക്കത്തില്ല കേട്ടോ, നൈറ്റിക്കൊക്കെ അത് മതിയേ. അപ്പോൾ ഇനി നമുക്കിത് പൈപ്പിങ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു വൈറ്റ് കളർ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ കളർ എടുത്തത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഈ സൈഡിലും അതുപോലെ ഇതിൻ്റെ ഈ പുറം വശത്തും നമുക്ക് പൈപ്പിംഗ് വേണം. അതുപോലെ തന്നെ ഈ ഭാഗത്തും വേണം, ഇവിടെയും വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ ചെറിയ പീസിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ചെയ്ത് വയ്ക്കാം. എങ്ങനെയെന്ന് വെച്ചാൽ ഈ ക്രോസ് പീസിൻ്റെ നല്ല വശം എടുത്തിട്ട് ഇതിൻ്റെ നല്ല വശത്ത് ഇങ്ങനെ വയ്ക്കുക. വച്ചിട്ട് 4 ഇഞ്ചും കുറച്ചുകൂടെ, അരയിഞ്ച് വേണ്ട, എങ്കിൽ പൈപ്പിങ്ങിൻ്റെ വീതി കൂടിപ്പോവും. 4 ഇഞ്ച് ഒരു ശകലവും കൂടെ പൈപ്പിംഗ് വെച്ച് തയ്യൽ തുമ്പിട്ട് നമ്മളിത് ഫുള്ള് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഈ കോർണർ ഭാഗത്തൊക്കെ എത്തുമ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ വരുമ്പോൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താലേ ഇത് ഇങ്ങോട്ടേക്ക് വളഞ്ഞു വരത്തുള്ളൂ. ഇവിടെ കട്ട് ചെയ്യരുത്, ഈ പീസിൽ കട്ട് ചെയ്യണം. ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതിന് വളച്ചെങ്കിൽ വളഞ്ഞു വരത്തുള്ളൂ. അതിന് ശേഷം ഇതിങ്ങനെ വരുമല്ലോ. അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ മറച്ചിട്ടിട്ട് ഇത്രയും വീതിയിൽ നമ്മൾ എത്രയാണ് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്തത് പൈപ്പിങ്, അതേ വീതിയിലെ പൈപ്പിംഗ് കിട്ടത്തില്ല. എന്നിട്ട് ഈ വശത്ത് നല്ല വശത്ത് ഈ പൈപ്പിങ്ങിൽ കൊള്ളാതെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ഈ സൈഡും ഇതും പിന്നെ ഈ മുകൾ ഭാഗവും ഇവിടെയും കൂടി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇത് ഇത്രയും സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. മനസ്സിലായാലും നല്ല വശവും പൈപ്പിങ്ങിന് നല്ല വശവും ചേർത്ത് വെച്ച് 4 ഇഞ്ചും ഒരു ശകലവും കൂടെ തയ്യൽ തുമ്പിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് മറിച്ചിടുക. എന്നിട്ട് ഇത് എത്രയാണോ പൈപ്പിംഗ് വീതി വേണ്ടത് അത്രയും ചെറുതായിട്ട് മതിയിട്ട് എടുത്തിട്ട് ഇതിൽ കൂടി സ്റ്റിച്ച് ചെയ്ത് വരിക, പൈപ്പിങ്ങിൽ കൊള്ളാതെ. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഞാനിത് എല്ലായിടത്തും പൈപ്പിംഗ് ചെയ്തെടുത്തിട്ട് കണ്ടോ. ഇനി നമുക്കിത് വയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് കേട്ടോ, ഇങ്ങനെയാണ് വയ്ക്കേണ്ടത്. ഇതുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കണം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം, സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുമ്പോൾ ഇവിടെ നിന്ന് 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. എന്നിട്ട് ആ ഗ്യാപ്പിൽ വേണം ഇത് വയ്ക്കേണ്ടത്. ഇവിടെ തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് വിട്ടുപോകും. അതുകൊണ്ട് 1/2 ഇഞ്ച് ഇവിടെ നിന്ന് 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം. ഇങ്ങനെ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇവിടെ നിന്നും 1/2 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇവിടെ നിന്ന് 1/2 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് 2 സൈഡിലും മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ഈ പീസിനെ ഇങ്ങോട്ടേക്ക് വയ്ക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നെക്ക് ലെന്ത് 6 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. നമ്മൾ 6 ഇഞ്ചാണ് എടുത്തത്, കറക്റ്റ് 6 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കറക്റ്റ് ചെയ്യുന്നത്. ഇത് അതുപോലെ ഇവിടെ നിന്ന് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ വയ്ക്കണം. വച്ചതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ കെട്ടിട്ട് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇട്ട് ഇവിടെ കെട്ടിട്ട് നിർത്തണം. ഇവിടേക്ക് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് കെട്ടിട്ട് നിർത്തണം. ഇങ്ങോട്ടേക്ക് വരണ്ടെങ്കിൽ ഒരുപാട് സ്റ്റിച്ച് ആയി പോകും. അപ്പം നമുക്കിതിന് ചെറിയൊരു വ്യത്യാസം ഇവിടെ വരും. അപ്പം നമ്മൾ അതിനൊന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഇതേപോലെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് ഞാൻ കാണിക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെയും കൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഒരു കട്ട് പീസ് തുണി എടുക്കണം. ഇതിപ്പോൾ ഞാൻ ലൈനിങ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല പീസായാലും ലൈനിങ് അല്ലാത്ത ഒരു കട്ട് പീസ് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിനെ ഞാൻ 2ആയിട്ട് മടക്കി ഇട്ടേക്കണം കേട്ടോ. ഇത്തിരി നീളവും വീതിയൊക്കെ വേണം. അതിൻ്റെ നീളവും വീതി ഞാനൊന്ന് പറഞ്ഞു തരാം. പിന്നെ 2ആയിട്ട് മടക്കി ഇട്ടതിന് ശേഷം ഒരു 4.25 ഇഞ്ചോളം ഉണ്ട് കേട്ടോ. 4.25 ഇഞ്ച് നമുക്ക് കണക്കാക്കാം. നിങ്ങൾ ഇതിനെക്കാട്ടും അളവ് കൂടുതൽ, നെക്ക് വിടുത്തൊക്കെ കൂടുതലാണ് എടുക്കുന്നതെങ്കിൽ ഒരു 6 ഇഞ്ചോളം 2ആയിട്ട് മടക്കി ഇട്ടതിന് ശേഷം എടുത്തേക്കണം. അതിനുശേഷം ഇത് 9.5 ഇഞ്ച് നീളവും എടുത്തിട്ടുണ്ട്, വീതി 4.5 അപ്പോൾ ഇത് നമുക്ക് 2ആയിട്ട് മടക്കി ഇട്ടതിന് ശേഷം ഇതിനെ സെൻറ്റർ ചേർത്തൊന്ന് മടക്കുക. ഇതുപോലെ കറക്റ്റായിട്ട്
മടക്കിയിട്ട് ഇതിൻ്റെ ക്ലോസ്ഡ് ഭാഗവും ഇതിൻ്റെ ക്ലോസ്ഡ് ഭാഗവും ഇവിടെ വെച്ചിട്ട് ഇതിവിടെ കറക്റ്റായിട്ട് നിൽക്കണം, അത് മാത്രം ശ്രദ്ധിക്കുക. ഇതിവിടെ ഇങ്ങനെ കറക്റ്റായിട്ട് വച്ചതിന് ശേഷം ഇവിടെ ഇത്രയും തുണി മതി നമുക്ക്, ഇവിടെ ഇത്രയും ഭാഗത്ത് ഇത് മതി, കാരണം നമുക്ക് ഇതുവരെയൊക്കെ തുണി മതിയാവും. എന്നിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഇതിവിടെ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് ഇങ്ങനെ ഇവിടെ കറക്റ്റായിരിക്കണേ. നമുക്കിത് എങ്ങനെയാണോ നമ്മൾ വയ്ക്കുന്നത് ഇതേ അളവിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് കറക്റ്റായിട്ട് വരയ്ക്കണം കേട്ടോ, കാരണം നമുക്കിത് നല്ല തെളിഞ്ഞ് വരഞ്ഞാൽ മാത്രമേ അപ്പുറത്തെ സൈഡിലും കൂടി ഇത് വരത്തുള്ളേ. അതിന് ശേഷം നമ്മളിതിനെ ഇതേപോലെ മടക്കിയിടുക. ഇതുപോലെ മടക്കിയിടുക. ഇതുപോലെ മടക്കിയിട്ടതിന് ശേഷം നമ്മൾ ഈ ലൈനിലെ വരച്ച് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പം മറു സൈഡും കൂടി ആ ലൈനാവും കേട്ടോ. എല്ലാം കറക്റ്റായിട്ട് വച്ചിട്ട് വേണം ചെയ്യാൻ. എനിക്ക് വീഡിയോ കാണുന്നുണ്ടോയെന്ന് അറിയുന്നില്ല, എനിക്കിവിടെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനെ നമ്മളൊന്ന് ട്രേസ് ചെയ്ത് വരയ്ക്കണം ഇങ്ങനെ, കണ്ടോ. ഇനി നമുക്ക് നൈറ്റിയോട് നല്ല പീസ് എടുക്കാം. നൈറ്റിയോട് നല്ല പീസ് എടുക്കാം, നല്ല വശം എടുത്തതിന് ശേഷം നമ്മൾ ഈ വരച്ചത് നമ്മുടെ സൈഡിൽ വരണം, വരയ്ക്കാത്ത ഭാഗം വേണം അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. എന്നിട്ട് ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വെച്ചതിന് ശേഷം ഒരു പിൻ ചെയ്ത് വെച്ചിട്ട് ഈ വരച്ച ലൈനിൽ കൂടി നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം കാണിച്ചു തരാം. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. എന്നിട്ട് ഇനി നമുക്കിതിൽ തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് അകത്തോട്ട് നല്ല ചീത്ത വശത്തോട്ട് മറിച്ചിടാം കേട്ടോ. ഞാൻ എന്താ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ സ്റ്റിച്ചിൽ കൊള്ളാതെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് ചീത്ത വശത്തോട്ട് നമുക്ക് മറിച്ചിടാം. ഇത് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കൂടി വന്ന് പതിച്ചടിക്കാം. ഞാനത് പതിച്ചടിച്ചിട്ടുണ്ട്, ഇവിടെ പതിച്ചടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്താൽ കണ്ടോ, ഇത് പതിച്ചടിച്ചതാണ്. എന്നിട്ട് നമ്മൾ ഈ നെക്ക് ഡിസൈൻ ഇല്ല, അത് ഇതിൻ്റെ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ പിൻ ചെയ്ത് വെച്ചോണം കേട്ടോ, ഇല്ലെങ്കിൽ ഇത് തെന്നിപ്പോവും, ചരിഞ്ഞൊക്കെ ആയിപ്പോൾ. അപ്പം ഇങ്ങനെ കറക്റ്റായിട്ട് ലെവലിൽ വെച്ചിട്ട് ഇതൊക്കെ നമുക്ക് അകത്തോട്ട് ആക്കണം, ഇവിടെ ഒന്നും കാണരുത്. എന്നിട്ട് നമ്മൾ ഇങ്ങനെ എല്ലാ സൈഡിലും പിൻ ചെയ്ത് വെക്കണം, കറക്റ്റ് ലെവലിൽ വെച്ചിട്ട്. എന്നിട്ട് ഇനി ഇതിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കണം. അതിന് ശേഷം ഇവിടെയും കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ഇവിടെ നിന്ന് കെട്ടിട്ട് തുടങ്ങണം, ഇതിലേക്കൂടെ ഇങ്ങനെ വന്ന് ഒരു സ്റ്റിച്ച് ഒന്ന് ഇവിടെ കെട്ടിട്ട് നിർത്തുക. അതുപോലെ ഇവിടെയും കെട്ടിട്ട് തുടങ്ങി ഇവിടെ വന്ന് കെട്ടിട്ട് നിർത്തുക കേട്ടോ. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണ്ടേ, എന്തെന്നറിയാവോ, എങ്കിൽ അത് ഒരുപാട് സ്റ്റിച്ചിങ് വീണ് വൃത്തികേടായി മാറും. അപ്പോൾ ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കും. വയ്ക്കുന്നത് നിങ്ങൾക്ക് കാണിക്കേണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് ഇതിൻ്റെ മുകളിൽ വെച്ച് പിൻ ചെയ്താൽ മാത്രം മതി, അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഞാൻ എന്താ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കണ്ടോ, ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കണം കണ്ടോ. ഇവിടെയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നെക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ബാക്ക് നെക്കും കൂടെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രോസ് പീസ് വെച്ചിട്ട് ബാക്ക് നെക്കും കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്രോസ് പീസ് വയ്ക്കുന്നത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുള്ളത് ഇത് കാണിക്കുന്നില്ല, വീഡിയോ ലെങ്ത് കൂടിപ്പോകും. അപ്പം ഫിനിഷിങ് ചെയ്തിട്ടില്ല. അതിന് മുമ്പ് നമുക്ക് ഇതിങ്ങനെ ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് അതിങ്ങനെ ഈ പീസ് ഇങ്ങനെ വെച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം. അരയിഞ്ച് തയ്യൽ തുമ്പിട്ട് അതുപോലെ ഈ പീസ് ഇങ്ങനെ വെച്ചിട്ട് ഈ പീസ് ഇങ്ങോട്ട് ആക്കിയിട്ട് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം എന്ത് ചെയ്യും, നെക്കൊക്കെ അടിക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്, എന്നാലും കാണിച്ചു തരാം. ഞാൻ എന്താ ഷോൾഡർ പതിച്ചടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് ഇങ്ങനെ കിട്ടും. എന്ത് ചെയ്യണം, ഈ നെക്കിന് നമ്മൾ പതിച്ചടിക്കണം. ഇതൊക്കെ മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇങ്ങോട്ടേക്ക് ആക്കി വെച്ചിട്ട് നമ്മൾ മുകളിൽ ഈ പീസിനകത്തോട്ട് ആക്കി വെക്കണം, നമ്മൾ ഈ ക്രോസ് പീസ്. എന്നിട്ട് പുറമേ കൂടി നല്ല വശത്ത് കൂടി ടോപ്പിലിട്ട് സ്റ്റിച്ച് കൊടുക്കണം. അതിനുശേഷം ഇത് ഇങ്ങോട്ടേക്ക് മറിച്ചിട്ട് അപ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും. തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു സ്റ്റിച്ച് മടക്കി അകത്തോട്ടേക്ക് ഒരു സ്റ്റിച്ച് ഇടണം. അപ്പോൾ എന്നിട്ട് ഇവിടെ ഷോൾഡർ പതിച്ചടിക്കണം കേട്ടോ. ബാക്ക് പീസിൽ ഈ തയ്യൽ തുമ്പാക്കി വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്നേ സ്റ്റിച്ച് ചെയ്ത് വേണം ഈ നല്ല വശത്ത് അടിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇവിടെ നിന്നേ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് വേണം ഈ നല്ല വശത്ത് പതിച്ചടിക്കാൻ. അപ്പോൾ ഈ ബാക്ക് നെക്കും കൂടെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം പറയാം. അപ്പോൾ ഞാൻ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നെക്ക് കാണിക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ വീഡിയോ ലെന്ത് ഒരുപാട് കൂടി പോകും. ഞാൻ നെക്ക് ഡിസൈന് നമ്മൾ താഴ്ഭാഗത്ത് പ്ലീറ്റ്സ് വയ്ക്കുന്നത് നമുക്ക് മാത്രമാണ് കാണിക്കാൻ ഉദ്ദേശിച്ചുള്ളത്. അപ്പോൾ ഇത് ഞാൻ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനിയുള്ള വീഡിയോയിൽ കാണിക്കാം കേട്ടോ, അല്ലെങ്കിൽ ലെന്ത് കൂടി പോകും. അപ്പോൾ ഞാൻ നെക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, സ്ലീവ് രണ്ടും ജോയിൻ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇതൊക്കെ ഞാൻ മുമ്പുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അറിഞ്ഞുകൂടാത്തവർ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സൈഡ് ജോയിൻ ചെയ്യണം. സൈഡ് ജോയിൻ ചെയ്ത് മാത്രമാണ് നമ്മൾ പ്ലീറ്റ്സ് വെച്ച് പൊടിപ്പിക്കുന്നത് കേട്ടോ.
അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ സൈഡ് രണ്ട് നമുക്ക് എത്രയാണോ അളവ്, പിന്നെ കൈയുടെ വണ്ണം എത്രയാണോ അത് അളന്നിട്ടും ചെസ്റ്റ് അളക്കണം, വേസ്റ്റും അളന്നിട്ട് നമ്മൾ സൈഡ് ജോയിൻ ചെയ്യുക. രണ്ട് സൈഡും ജോയിൻ ചെയ്തിട്ട് താഴ്ഭാഗമില്ലേ ഈ താഴ്ഭാഗത്ത് മാത്രം കുറച്ച് ഓപ്പൺ ഇടണം. ഫുൾ അടിക്കരുത്, കാരണം നമുക്ക് പ്ലീറ്റ്സ് വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്, പ്ലീറ്റ്സിൻ്റെ തുണി വയ്ക്കേണ്ടത്. അതുകൊണ്ട് അപ്പോൾ ഒരു ഇത്രയും ഭാഗത്തോളം നമ്മൾ ഓപ്പണാക്കി വെച്ചതിന് ശേഷം, കുറച്ച് ഭാഗത്തോളം ഓപ്പണാക്കി വെച്ചതിന് ശേഷം മാത്രമേ രണ്ട് സൈഡും ജോയിൻ ചെയ്യാവൂ കേട്ടോ. അത് ലാസ്റ്റ് നമുക്ക് പ്ലീറ്റ്സിൻ്റെ അതും കൂടെ വെച്ചതിന് ശേഷം ജോയിൻ ചെയ്യാം. അപ്പോൾ സൈഡ് ജോയിൻ ചെയ്യുമ്പോൾ ഈ രണ്ട് സൈഡും കുറച്ച് ഓപ്പണാക്കി ഇടണേ. അപ്പോൾ ഞാൻ സൈഡും കൂടെ ജോയിൻ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം. ഇത് സൈഡ് അടിച്ചിട്ടുണ്ട്, ഇത് സൈഡ് കുറച്ച് ഓപ്പണാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ സൈഡ് ഞാൻ അടിച്ചിട്ട് കുറച്ച് ഓപ്പണാക്കി വെച്ചു. ഇതിനാണ് നമുക്ക് പ്ലീറ്റ്സ് വെച്ചിട്ട് അത് കൊണ്ടൊരു സ്റ്റിച്ച് ചെയ്യില്ല, അതിന് വേണ്ടിയിട്ടാണേ. അപ്പോൾ നമ്മൾ ഇത്രയും കട്ട് പീസാണ് പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അത് നമുക്ക് ജോയിൻ ചെയ്യണം. കണ്ടോ, ഇതുപോലെ വരും. ഇതിന് നമുക്ക് ഈ രണ്ട് സൈഡും തമ്മിൽ നല്ല വശവും ചേർത്ത് വെച്ച് ജോയിൻ ചെയ്യണം. ചെയ്തിട്ട് പതിച്ചടിക്കണം കേട്ടോ. തയ്യൽ തുമ്പ് ഏതെങ്കിലും ഒരു പീസിലോട്ട് ചേർത്ത് വെച്ചിട്ട് പതിച്ചടിക്കണം. അതുപോലെ തന്നെ ഒരു പീസും കൂടി കിട്ടിയിട്ടുണ്ട് കണ്ടോ, ഇതും കൂടി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൽ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കണം. അപ്പം ഒരുപാട് ചെറിയ പ്ലീറ്റ്സ് എടുക്കണ്ട, കാരണം എങ്കിൽ നമുക്ക് ചിലപ്പോൾ തുണി തികയത്തില്ല. അപ്പം ഒരുപാട് ഇത്തിരി വലിയ പ്ലീറ്റ്സ് തന്നെ ആയിക്കോട്ടെ. ഇങ്ങനെ മൊത്തത്തിൽ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇത് രണ്ടും ജോയിൻ ചെയ്തിട്ട് പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം കാണിക്കാം. പിന്നെ ഞാൻ കുറച്ച് പ്ലീറ്റ്സ് എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മളിത് വെച്ച് നോക്കുമ്പോൾ നമ്മളിങ്ങനെ വച്ച് നോക്കണം കേട്ടോ. നമ്മൾ ഈ നൈറ്റിയുടെ താഴ്ഭാഗം ഇങ്ങനെ വച്ച് നോക്കണം. വച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരത്തില്ല. ചിലപ്പം നിങ്ങളും കുറവ് കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് രണ്ട് പ്ലീറ്റ്സ് ഇടയ്ക്കൊന്ന് വിട്ടുകൊടുക്കണം. കണ്ടു, എനിക്കിതാ ഇങ്ങനെ അറ്റത്ത് ഇവിടെ ഇത്രയും ഭാഗത്ത് ഇത് ബാലൻസ്. അപ്പം ഞാൻ ഇടയ്ക്ക് 2-3 പ്ലീറ്റ്സ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇളക്കി കൊടുക്കുമ്പോൾ നമുക്കിവിടെ എത്തിച്ചേരും കേട്ടോ. കാരണം നമുക്കിതിൻ്റെ ഇരട്ടി, ഇവിടെ ഉള്ള അളവ് എത്രയാണോ അതിൻ്റെ ഇരട്ടി വേണം നമ്മൾ പ്ലീറ്റ്സ് എടുക്കേണ്ടത്. അപ്പോൾ അപ്പം ലെങ്ത് കുറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കട്ടിങ് പുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലായിരുന്നു, നമ്മൾ ഇതിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തത്. ഇതിൽ എത്ര തുണിയുണ്ടോ അത്രയും കട്ട് ചെയ്തെടുത്തത്. പ്ലീറ്റ്സ് എടുക്കുമ്പോൾ ഇരട്ടി തുണി നമുക്ക് വേണം. അപ്പോൾ ഇങ്ങനെ ഒരു വ്യത്യാസം വരും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് 2-3 പ്ലീറ്റ്സിന്, അപ്പം ഇപ്പം തന്നെ ഞാൻ 2-3 പ്ലീറ്റ്സ് ഇടയ്ക്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുമ്പോൾ അറിയത്തില്ല, എങ്കിലേ തുണി തികയത്തില്ല. നമ്മൾ വേറെ പീസ് ഇതിനായിട്ട് എക്സ്ട്രാ ഇതിൻ്റെ ഇരട്ടിയായിട്ട് എടുക്കേണ്ടി വരും. മനസ്സിലാവും നിങ്ങൾക്ക്? ഇതേ പീസല്ല വയ്ക്കുന്നത്, ഇതിന് മാച്ച് ചെയ്യുന്ന വേറെ പീസ് വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ താഴ്ഭാഗത്ത് എത്രയാണോ വീതി, അതായത് ഫുള്ളാണെങ്കിൽ ഫുള്ള് രണ്ടായിട്ട് മടക്കിട്ടതിന് ശേഷം അതിൻ്റെ ഇരട്ടി വേണം എടുക്കാനായിട്ട്. അത് ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഇടയ്ക്ക് തയ്ച്ച് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് പ്ലീറ്റ്സ് എടുത്ത് കൊടുത്തിട്ട് ഇതിലോട്ട് ജോയിൻ ചെയ്ത് ചേർക്കും. മറ്റേ സൈഡ് ഇതുപോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കും. വേറെ ഒന്നുമില്ല, നല്ല വശത്ത് ഇങ്ങനെ വയ്ക്കുക. സ്റ്റിച്ച് ചെയ്യുന്നത് അറിയാമല്ലോ, നല്ല വശത്ത് ഈ പ്ലീറ്റ്സ് വയ്ക്കുക. ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും. എന്നിട്ട് നമ്മളിങ്ങനെ ചേർത്ത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ. ചേർത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് മറിച്ചിടുക. മറിച്ചിടുമ്പോൾ തയ്യൽ തുമ്പ് നമ്മുടെ മോൾ ഭാഗത്ത് പ്ലീറ്റ്സിൽ വരരുത്. തയ്യൽ തുമ്പ് മോൾ ഭാഗത്തോട് ചേർത്ത് വെച്ചിട്ട് മോൾ ഭാഗത്ത് പതിച്ചടിക്കണം. പ്ലീറ്റ്സിൻ്റെ അവിടെ പതിച്ചടിക്കരുത്. ഇത് രണ്ട് വശം കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ കാണിക്കും. ഞാൻ പ്ലീറ്റ്സ് എല്ലാം അടിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ. രണ്ട് സൈഡിലും അടിച്ചിട്ടുണ്ട്. ഈ സൈഡിലും അടിച്ചിട്ടുണ്ട്, കണ്ടോ, ഈ സൈഡിലും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി അടിക്കണം. നമ്മൾ മടക്കി അടിച്ചിട്ടില്ലായിരുന്നു, ഒന്ന് മടക്കി അടിക്കണം. പിന്നെ ഈ സൈഡ് നമ്മൾ ജോയിൻ ചെയ്യണം. നമ്മുടെ സൈഡ് കുറച്ച് ഓപ്പൺ ആക്കിയിട്ടില്ലേ, ആ ഭാഗം ജോയിൻ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ നോച്ചും കൂടെ വെച്ച് കൊടുക്കും കേട്ടോ. നമ്മൾ സാധാരണ നൈറ്റിക്ക് വയ്ക്കുന്ന നോച്ച്, ഇതിൻ്റെ കളറിലുള്ള ത്രെഡും ഇതിൻ്റെ ബോ പോലെ വരുന്ന ഇതും കൂടെ ഞാൻ വെച്ച് കൊടുക്കും. അതും കൂടെ വെച്ചിട്ട് ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കേട്ടോ നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക്. കണ്ടോ, ഞാൻ ഒരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ. വേണമെങ്കിൽ നമുക്ക് ഒരു ബട്ടൺസ് വയ്ക്കാം, വച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതാണ് നൈറ്റിയുടെ ഫൈനൽ ലുക്ക്. കണ്ടോ, പ്ലീറ്റ്സ് ഒക്കെ കണ്ടത്, താഴ്ഭാഗത്ത് പ്ലീറ്റ്സ് ഉണ്ട്. നിങ്ങൾക്ക് കൂടുതൽ അടുപ്പിച്ച് പ്ലീറ്റ്സ് വേണമെങ്കിൽ വേറെ തുണിയിൽ ചെയ്യണം കേട്ടോ. കണ്ടോ, കണ്ടോ, ഇത് സെയിം തുണിയാകുമ്പോൾ നമുക്ക് അധികം പ്ലീറ്റ്സ് കിട്ടത്തില്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പ്ലീറ്റ്സ് ഇളക്കി കൊടുക്കേണ്ടി വരും, എങ്കിൽ താഴെ ജോയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.